വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മറ്റൊരു ദിനം, മറ്റൊരു ഫ്രഷ് സ്റ്റാർട്ടിനുള്ള സമയമാണ്. ലോകമെമ്പാടും ഇരുന്ന് 24 കാണുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ മോർണിംഗ് വാക്ക് ആരംഭിക്കുകയാണ്. ഞാനും പ്രവിതയും ഇന്നുള്ളത് നിറമൺകര എന്ന് പറയുന്ന, അതായത് തിരുവനന്തപുരത്ത് നഗരത്തിനോട് തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ്. ഈ കരവനായാറിൻ്റെയൊക്കെ തീരത്തുള്ള ഒരു പ്രദേശമാണ്. അവിടുത്തെ ഒരു വാക്ക് വേയിലാണ് നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായി എത്തിയിട്ടുള്ളത്. അതെല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ഡേറ്റ് കൂടി പറയാം. 9/1/2025 വ്യാഴാഴ്ച, ധനു 25-ാം തീയതിയാണ്. കൊല്ലവർഷം 1200. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വാർത്തായാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ മോർണിംഗ് വാക്ക് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എത്ര പേർ മോർണിംഗ് വാക്കിനായി ഇറങ്ങിയിട്ടുണ്ട്? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക. കഴിഞ്ഞ 5 ദിവസമായി ഞാനും പ്രവിധിയും ഉൾപ്പെടുന്ന 24-ന്റെ ഒരു വലിയ ടീം തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ ഇന്ന് 6ാമത്തെ ദിവസമാണ് നമ്മൾ തിരുവനന്തപുരത്ത് മോർണിംഗ് വാക്ക് ചെയ്യുന്നത്. അപ്പോൾ കലോത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ആ കാഴ്ചകൾ നമ്മൾ എന്തൊക്കെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. അപ്പോൾ വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിച്ചിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ്. ആദ്യം കസ്റ്റഡി, പിന്നീട് അറസ്റ്റ്, ഇപ്പോൾ റിമാൻഡിലാണ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത്. അത്ര ഒരുപാട് വിവരങ്ങളുണ്ട്. വിഷ്ണു സുരേഷാണ് തോന്നുന്നത് ഇറങ്ങി നിൽക്കുന്നത്, അല്ലേ? അതെ, ഹണി റോസിനെതിരായ പരാമർശം അവഹേളിക്കാനായിരുന്നില്ല എന്നാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ മൊഴി. വേദിയിൽ മാത്രമായി പറഞ്ഞ പരാമർശം വളച്ചൊടിക്കപ്പെട്ടു. ഹണി റോസ് ഇപ്പോൾ പരാതി നൽകിയതിൽ ചില പൊരുത്തക്കേടുണ്ടെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. വിഷ്ണു സുരേഷ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് വിഷ്ണു. അപ്പോൾ നാടകീയമായൊരു ദിനമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അപ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നു. സ്വാഭാവികമായിട്ടും ജാമ്യ ഹർജി ഉണ്ടാകും. എന്തൊക്കെ വാദങ്ങൾ നിരത്തുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണുന്നത്. എന്തായാലും മൊഴി ഇന്നലെ രേഖപ്പെടുത്താൻ ഹണി റോസും പോലീസ് സ്റ്റേഷനിൽ എത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് നന്ദി രേഖപ്പെടുത്തുന്നതൊക്കെ ഹണി റോസിന്റെ പ്രതികരണമൊക്കെ വന്നതാണ്. അപ്പോൾ എന്താണ് കേസിന്റെ ഒരു നിലവിലെ ഒരു സ്റ്റേറ്റസ്? ഒപ്പം ഇന്നത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു നീക്കം അത് ഏത് രീതിയിലായിരിക്കും? ഗുഡ് മോർണിംഗ് പ്രവീൺ, പ്രജിത. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. 11 മണി കൂടിയായിരിക്കും എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ൽ ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കുക. ആ ഘട്ടത്തിൽ സർക്കാർ ഈ കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ അടക്കം ആവശ്യപ്പെടുമെന്ന് നമുക്ക് വിവരം ലഭ്യമാകുന്നുണ്ട്. പക്ഷേ നിലവിൽ അഭിഭാഷകരും അടക്കമായി സംസാരിക്കുമ്പോൾ അവർ വലിയ കോൺഫിഡൻസിലാണ്. കാരണം സാധാരണഗതിയിൽ ഇത്തരം വകുപ്പുകൾ ചുമത്തിയാൽ കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിക്കാറുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ ജാമ്യം നൽകും. നേരത്തെ ഈ കേസ് സമാനമായ പരാതി ഷാജി എന്നൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു. അയാൾക്ക് ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചിരുന്നു. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലം കൂടി ചൂണ്ടിക്കാണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ മൊഴി ഇന്നലെ രാത്രിയോടുകൂടി ഒരു പ്രാഥമിക മൊഴിയെടുപ്പ് ഇന്നലെ നടന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താൻ മാധ്യമങ്ങളോട് പറഞ്ഞ അതേ സമാനമായ രീതിയിൽ തന്നെയാണ് പോലീസിനോടും പറഞ്ഞത്. താൻ ആരെയും അവഹേളിക്കണമെന്ന ഉദ്ദേശത്തിലല്ല അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. മുൻകൂട്ടി തീരുമാനിച്ചിരുന്നില്ല. ആ വേദിയിൽ വെച്ച് അങ്ങ് പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു മാനം അതിന് നൽകേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ വളച്ചൊടിക്കപ്പെടുമെന്നോ തനിക്ക് അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം 4 മാസം മുമ്പ് നടന്നൊരു സംഭവമാണ്. അതിൽ ഇപ്പോൾ പരാതി വരുന്നതിൽ ചില പൊരുത്തക്കേടുകളും ബോബി ഉണ്ട് എന്ന് ചില സംശയങ്ങളൊക്കെ അദ്ദേഹം ഉയർത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ബോബി ചെമ്മണ്ണൂരിൻ്റെ മൊബൈൽ ഫോൺ ഇന്നലെ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഐഫോണാണ്. അത് ഇന്നലെ പിടിച്ചെടുത്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തെളിവുകളൊക്കെ ഉണ്ടാകുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇതൊരു IT കേസ് കൂടിയാണ്. അതുകൊണ്ട് അത്തരം തെളിവുകൾ സാധൂകരിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ഈ ഫോൺ പരിശോധന അനിവാര്യമാണ്. ഇന്ന് ഈ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി ബോബി ചെമ്മണ്ണൂർ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുള്ള വീഡിയോ ക്ലിപ്പിങ്ങുകളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതടക്കം റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കും. എന്നാൽ മാത്രമായിരിക്കും ജാമ്യം നിഷേധിക്കുന്നതോ അല്ലെങ്കിൽ കസ്റ്റഡിയൽ ഇൻട്രോഗേഷനോ എന്നുള്ള പോലീസിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെടുക. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് ഇത് കേസിലേക്കോ ശിക്ഷയിലേക്കോ ഒന്നും പോയില്ല എങ്കിൽ പോലും ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ബോബി ചെമ്മണ്ണൂർ ഒരു ദിവസം ആ എറണാകുളം പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ കിടന്നു എന്നുള്ളതാണ്. കാരണം സുബലോലുപതയുടെ പരകോടിയിൽ നിന്ന് ഒരൊറ്റ വാക്കിൻ്റെയോ നാവുപിഴയൊന്നും വിശേഷിപ്പിക്കാനാവില്ല. എന്നാൽ പോലും ഒരു വാക്കിൻ്റെയൊക്കെ
അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇന്നലെ വളരെ കൃത്യമായ ഇടപെടലിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ബോബി ചെമ്മണ്ണൂർ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു നീക്കം കേരള പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം സാധാരണ ഒരു രാവിലെ പോലെ തന്നെ എഴുന്നേൽക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, അദ്ദേഹത്തിന്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്നു. അതിനിടയിലാണ് കേരള പോലീസ് അപ്രതീക്ഷിതമായി വയനാട്, അതായത് പരാതി നൽകി 2-ാം മണിക്കൂറിൽ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് സെൻട്രൽ പോലീസിന്റെ ടീം. അങ്ങനെ രാവിലെയോടെ അവിടെ ലൊക്കേറ്റ് ചെയ്ത് എത്തി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നൽകുന്നൊരു സന്ദേശം കേരള പോലീസ് മുന്നോട്ട് വെക്കുന്നത് ഈ സൈബർ ലിഞ്ചിങ്ങും സൈബർ ബുള്ളിങ്ങും പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ നടപടി കടുപ്പിക്കുകയാണ്. മുൻപത്തെ പോലെയല്ല. ഇനി ആരാണെങ്കിലും ഈ ഫേക്ക് ഐഡികളാണെങ്കിലും മറഞ്ഞിരുന്നൊക്കെ ആക്രമിക്കുന്നവർ, നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. നിങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ എത്തും, നിങ്ങളെ പിടികൂടും. ഫേക്ക് ഐ ഡിയാണ്, ഞങ്ങളെ പിടികൂടില്ല എന്ന് ആശ്വസിക്കേണ്ട. ബോബി ചെമ്മണ്ണൂരിനെ പിടികൂടാമെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല എന്ന സന്ദേശവും കേരള പോലീസ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഹണി റോസിന്റെ മൊഴി കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രേഖപ്പെടുത്തി. വിഷ്ണു, അതിലൊരു ചോദ്യം കൂടിയുണ്ട്. വിഷ്ണു, എത്ര പേരെ നിലവിൽ ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിട്ടുണ്ട്? പ്രവിധ 20 പേരെയാണ് തിരിച്ചറിഞ്ഞത്. 30 പേർക്കെതിരെയാണ് കേസ്. അതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ ഉടൻ പിടികൂടും. പ്രത്യേകിച്ച് ഇതര ജില്ലക്കാരാണിവർ. എറണാകുളത്ത് നിന്നുള്ള ഒരാൾ മാത്രം എന്നാണ് ഇന്നലെ DCP സംസാരിച്ചത്. ബാക്കിയുള്ള ആളുകൾ ഇതര ജില്ലക്കാരാണ്. അതോടൊപ്പം തന്നെ ഫേക്ക് അക്കൗണ്ടുകളുമുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടുകൾ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. ഫേസ്ബുക്കിനോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് വിവരം നൽകിയില്ല എങ്കിൽ പോലും ഈ IP അഡ്രസ്സും അതോടൊപ്പം തന്നെ ലൊക്കേഷൻ ടവറും കേന്ദ്രീകരിച്ച് ഇവരുടെ അറസ്റ്റ് ഉണ്ടാകും. ഈ അറസ്റ്റുകൾ ഉറപ്പായി നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം 20 പേരെ തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിൽ അറസ്റ്റ് നടക്കാതിരിക്കുക എന്നുള്ളത്, അറസ്റ്റ് എന്നുള്ളത് അനിവാര്യതയാണ്. ഒപ്പം ഈ കമൻ്റ് ഇടുന്ന ആളുകളുണ്ട്. ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അനാവശ്യമായി വെറുതെ ഈ സെലിബ്രിറ്റികളുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും സാധാരണക്കാര സ്ത്രീകളെയൊക്കെ ഒരു കാരണവുമില്ലാതെ അവരെ കമൻറ്റ് ബോക്സിൽ വന്ന് ആക്രമിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു മുന്നറിയിപ്പ് എന്ന നിലയിൽ കൂടി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എറണാകുളം സെൻട്രൽ ACP ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അവരുടെ കൃത്യമായ നീക്കങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആ നീക്കങ്ങൾ തുടർന്നും ഉണ്ടാകും. ഒപ്പം ഇനി ബോബി ചെമ്മണ്ണൂരിനെതിരെ പുതിയ ഏതെങ്കിലും പരാതികൾ വരുമോ എന്നുള്ളതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ ഈ ദ്വയാർത്ഥ പ്രയോഗം ആദ്യമായി ഹണി റോസിനെതിരെ മാത്രമല്ല അദ്ദേഹം നടത്തുന്നത്, ഇതിനു മുമ്പും ഈ ഓൺലൈനിലൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പരാതികളുടെ ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. പ്രവിധ. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ. എന്തായാലും പൊതുമണ്ഡലം വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാക്കുന്നുണ്ട് അല്ലെ? അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല മറ്റിടങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. എന്തായാലും പോലീസിന് വലിയ അപ്രിസിയേഷൻ നൽകുന്നു എല്ലാവരും. കാരണം എന്താണ് പണത്തിന്റെ ഒന്നും ഒരു രീതിയിലുള്ള സ്വാധീനവുമില്ല ഇത്തരം കേസുകൾ. അത് ആരായാലും അത് ഹണി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുഖ്യമന്ത്രി ഉറപ്പായും നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നും ഹണി റോസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇടപെടൽ അത് തീർച്ചയായും ആശാവഹമാണ്. തുടർന്നുള്ള നാളുകളിലും ഇത്തരം സൈബർ ആക്രമണം ഉൾപ്പെടെ, അതായത് ഇത്തരം ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയുള്ള ആക്ഷേപം, അതോടൊപ്പം തന്നെ സൈബർ ആക്രമണം, ഇതിലൊക്കെ ഒരു പിന്തുണ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പരാതിക്കാർക്കുണ്ടാകും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. യെസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, കഴിഞ്ഞ ദിവസം രാത്രി വന്ന ഒരു സങ്കട വാർത്തയിലേക്കാണ്. നമ്മൾ ഞെട്ടലുണ്ടാക്കിയൊരു വാർത്തയാണ്. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 6 പേരുടെ മരണമാണ് സംഭവിച്ചത്. അതിലിപ്പോൾ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ന് ആ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബത്തെയും ചികിത്സയിലുള്ളവരെയും സന്ദർശിക്കുകയും ചെയ്യും. കൂടുതൽ വിശദാംശങ്ങളുമായി മുഹമ്മദ് റഹീസ് ആണ് ചേരുന്നത്. റഹീസ്, മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം 6 പേരുടെ മരണവാർത്തയും അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തയും പറയാനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ മോർണിംഗ് വോക്കൽ റഹീസ് ചേരുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? ചന്ദ്രബാബു നായിഡു എപ്പോഴാണ് എത്തുക? അപ്പം മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? പ്രജിൻ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അതിദാരുണമായ സംഭവം തിരുപ്പതി ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത്. ഈ ക്ഷേത്രത്തിന് താഴെയുള്ള ഒരു ടോക്കൺ കൗണ്ടറിലായിരുന്നു ഇത്തരത്തിലൊരു തള്ളിക്കയറ്റവും തുടർന്നുണ്ടായ ഒരു അപകടവും 6 പേർ മരിക്കുന്ന അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തത്. ഈ വൈകുണ്ഠ ഏകാദശി ദർശനവുമായി ബന്ധപ്പെട്ട് ടോക്കൺ കൗണ്ടർ സ്ഥാപിച്ചിരുന്നു. ഇത്തരത്തിൽ നാളെ ആണ് ഇത് തുടങ്ങുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ അത്തരത്തിൽ 10 ദിവസവും ദർശനത്തിന് ആളുകൾ എത്താറുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ്. അപ്പോൾ ആദ്യ 3 ദിവസത്തെ ടോക്കണുകൾ ദർശനം നടത്താൻ എത്തുന്നവർക്കുള്ള ടോക്കൺ വിതരണം ചെയ്യാനുള്ള കൗണ്ടറുകൾ സെറ്റ് ചെയ്തിരുന്നു. അവിടെ ഒരു 92 കൗണ്ടറുകളാണ് ആകെ ഉണ്ടായിരുന്നത്. ഈ കൗണ്ടറുകളിലൊക്കെയും ഇന്ന് രാവിലെ 5:30 മാത്രമായിരുന്നു ടിക്കറ്റ് വിൽപ്പന തുടങ്ങാനിരുന്നത്. പക്ഷേ ഇന്നലെ രാവിലെ മുതൽ തന്നെ ആളുകൾ ഈ പ്രദേശത്ത് എത്തുകയും
ഇവിടെ ആകെ തടിച്ചുകൂടുകയും ചെയ്തു. ശേഷം ഇന്നലെ രാവിലെ മുതൽ ക്യൂവിൽ നിൽക്കുന്നവർ രാത്രിയോടുകൂടി പലരും കുഴഞ്ഞു വീഴുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു, ഒപ്പം തന്നെ ശ്വാസതടസ്സം ഉണ്ടാകുന്നു. അങ്ങനെ പലരെയും ഈ ക്യൂവിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഈ നിയന്ത്രിച്ചു വെച്ചിരുന്ന ഈ കയറ് കെട്ടി നിയന്ത്രിച്ചായിരുന്നു ഇവരെ ഇതിനകത്ത് നിർത്തിയിരുന്നത്. ആ കയറ് അഴിച്ചു മാറ്റുന്നതിനിടയിൽ പുറത്തുണ്ടായിരുന്നവരൊക്കെ അകത്തേക്ക് തള്ളിക്കയറുകയും ഒപ്പം തന്നെ ടോക്കൺ കൗണ്ടറിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. ഇത്തരത്തിലാണ് വലിയൊരു അപകടമുണ്ടായത്. 5 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 6 പേരാണ് മരിച്ചത്. ഒപ്പം തന്നെ ഈ 20-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലുണ്ട്. ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന വലിയൊരു ആശങ്ക ഈ മരണസംഖ്യ ഉയരും എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെ വരെയും 6 പേരാണ് മരിച്ചിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. 20 പേരിലധികം ഇപ്പോഴും ഗുരുതരമായി പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. എന്തായാലും ഇത് ആന്ധ്രാപ്രദേശിനൊപ്പം തന്നെ രാജ്യത്തും തന്നെ വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഇന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിക്കും. ഒപ്പം തന്നെ തിരുമല ദേവസ്വവുമായി ബന്ധപ്പെട്ട് ദേവസ്ഥാനത്തോട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം തേടും. മരിച്ചവരുടെ കുടുംബക്കാരെ കാണും. ഒപ്പം തന്നെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും കാണും. പ്രവിത. ശരി റഹീസ്, എന്തായാലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നൊരു പ്രാഥമിക നിഗമനം വരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടാണ് ഇങ്ങനെ 6 പേരുടെ മരണമുണ്ടായത് എന്ന് അറിയേണ്ടതുണ്ട്. ഈ സ്റ്റാമ്പീഡ് ഡെത്ത്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടാകുന്ന മരണം രാജ്യത്ത് അടിക്കടി ഉണ്ടാവുന്നുണ്ട്. അത് ആശങ്കപ്പെടുത്തുന്ന കാര്യവുമാണ്. എന്താ പറയുക, നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ പ്രേക്ഷകരെല്ലാം എത്തിയിട്ടുണ്ട്. അലി ആൽഫ, ഒപ്പം ആരിഫ് എം ബി, ദ ലേസിയസ് ക്വീൻ 83, അതുപോലെ മാത്യു വർഗീസ്, ബീന പറമ്പത്ത്, ദ ലേസിയസ് ക്വീൻ പിന്നെ വീണ്ടും മോർണിംഗ് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ആരിഫ്, ജയൻ നായർ, സീന മുഹമ്മദ്, സുജീഷ്, അബ്ദുള്ള AK, കുട്ടൻ, ആരിഫ്, വീണ്ടും മെസ്സേജുകൾ ഒരുപാട് വരുന്നു. അപ്പോൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ പോരട്ടെ. അബ്ദുള്ള പറയുന്നു, പ്രവിത, ഞാൻ സൊറമുക്കിൽ സൊറ പറയാൻ പോവുകയാണ്, കൂട്ടുകാർ കാത്തു നിൽക്കുന്നു. ഈ സൊറമുക്ക് അതെവിടെയാണാവോ? കേട്ടിട്ടുള്ളത് പോലെ എവിടെയോ. ഓക്കെ, നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോയാൽ ബ്രജൻ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർ ഇന്ന് ജയിൽ മോചിതരാകും. റിലീസ് ഓർഡർ രാവിലെ 9 മണിയോടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കും. KV കുഞ്ഞിരാമനെ കൂടാതെ CPM നേതാക്കളായ K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരാണ് ഇന്ന് ജയിൽ മോചിതരാവുക. പ്രതികൾക്ക് ജയിലിന് മുന്നിലും കാഞ്ഞങ്ങാട് നഗരത്തിലും CPIM സ്വീകരണം നൽകും. ഇനി മറ്റൊരു രാഷ്ട്രീയ വാർത്തയിൽ തന്നെയാണ്. സുൽത്താൻ ബത്തേരി നിയമനക്കോഴയിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അമ്പലവയൽ ആനപ്പാറ സ്വദേശി ഷാജിയുടെ പരാതിയിൽ 3 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായ CT ചന്ദ്രൻ, KM വർഗീസ്, കോൺഗ്രസ് നേരത്തെ നടപടിയെടുത്ത KK ഗോപിനാഥൻ എന്നിവരാണ് പ്രതികൾ. ബാങ്ക് പ്രസിഡന്റായിരുന്ന ഗോപിനാഥൻ 3 ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ചുവെന്ന പരാതിയിലാണ് കേസ്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഈ നിയമനക്കോഴ വിവാദം വലിയ തലത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ 3ാമത്തെ കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പരാതി നൽകിയിരിക്കുന്നത് അമ്പലവയൽ ആനപ്പാറ സ്വദേശിയായിട്ടുള്ള ഷാജിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ 3 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായ CT ചന്ദ്രൻ, KM വർഗീസ്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ നേരത്തെ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട് അർബൻ ബാങ്ക് ക്രമക്കേടുമായി മറ്റ് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അന്വേഷണമുണ്ട്. ആ അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി നടപടിയെടുത്ത KK ഗോപിനാഥൻ എന്നിവർക്കെതിരെയാണ് ഈ ഒരു പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ മകന് സ്ഥിരം ജോലി നൽകാം എന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തു, ജോലി നൽകിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ബാങ്ക് പ്രസിഡന്റായിരുന്ന KK ഗോപിനാഥൻ 3 ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതാണ്. 12 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, 3 ലക്ഷം രൂപ നൽകി എന്നുള്ളതാണ് ഈ പരാതിക്ക് ആധാരം. ഇതനുസരിച്ചാണ് ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3ാമത്തെ കേസാണിത്. നേരത്തെ 2 FIRകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. താളൂർ സ്വദേശി പത്രോസ്, പുൽപ്പള്ളി സ്വദേശി സായൂജ് എന്നിവരുടെ പേരിലാണ് നേരത്തെ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. വഞ്ചന കുറ്റത്തിലാണ് ഈ
3 എഫ്ഐആറും ഇട്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെയുള്ള കേസിൽ പ്രതിപട്ടികയിലുള്ളത് UK പ്രേമൻ, CT ചന്ദ്രൻ, മണ്ണിൽ സക്കറിയ, ജോർജ് കുര്യൻ എന്നിവരാണ്. അതിൽ NM വിജയനും ഒരു കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ട്. മരിച്ച NM വിജയനും ഒരു കേസിൽ പ്രതിപട്ടികയിലുണ്ട്. ഇത്തരത്തിൽ ഈ പരാതി ലഭിക്കുന്ന മുറയ്ക്ക് കേസ് ഇട്ട് FIR ഇട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. മാത്രമല്ല കൂടുതൽ ഈ മരണ കുറിപ്പിലുള്ള ആളുകളുടെ പേരുകളിൽ അവരെ എല്ലാം തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. ശരി, സുജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. അതാണ് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഒരു കേസ് കൂടി ഈ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായും കോൺഗ്രസിനകത്ത് ചർച്ചയാകുന്നുണ്ട്. ഇന്നിപ്പോൾ അത്തരത്തിൽ ഒരു യോഗം കൂടി ചേരുന്നു. അത് ആ അജണ്ട മാത്രമല്ല, ആ വിഷയം മാത്രമല്ല ചർച്ചയാവുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്ക് കൂടി പോവാം. KPCC ഭാരവാഹി യോഗം ഇന്ന് ചേരും. ഇന്ദിരാഭവനിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് യോഗം. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എന്നിവയാണ് മുഖ്യ അജണ്ട. KPCC പുനഃസംഘടനയും വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണവും പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗത്തിൽ ചർച്ചയായേക്കും. KPCC അധ്യക്ഷൻ K സുധാകരൻ, KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. യെസ്, അപ്പോൾ വൈകി വന്ന പ്രേക്ഷകർക്കായി പറയാണ്, മോർണിംഗ് വാക്കിനായി നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് നഗരത്തിനോട് അടുത്തുള്ള, അവിടെ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ മാറിയുള്ള നീറമൺകര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ഒരു വാക്ക് വേയിലാണ്. ഇവിടെ മനോഹരമായൊരു വാക്ക് വേ ആണ്. പക്ഷേ ഇരുട്ടാണ്, വെളിച്ചം വരുന്നതേ ഉള്ളൂ. അപ്പോൾ മാത്രമാണ് ഇതിന്റെ അതെ അതെ. അപ്പോൾ നീണ്ടു കിടക്കുന്ന ഒരു വാക്ക് വേ ആണ്. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ ഈ കരമനയാറുണ്ട്, അതിന്റെ ഒഴുക്കുണ്ട്, അതിന്റെ ആ സൗന്ദര്യമുണ്ട്. അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? വെളിച്ചം വേണം. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പൊ പ്രേക്ഷകർക്ക് ഇതിന്റെ ആ സൗന്ദര്യം അത് അപ്പം എല്ലാവരും ഇതുപോലെ പ്രവിധയെ പോലെ നമ്മളെ പോലെ അല്ല, ഉറങ്ങി വന്ന ആൾക്കാരൊക്കെ ഉറങ്ങി റെഡിയായി ഊർജ്ജത്തോടു കൂടി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പോരട്ടെ, കമന്റ് ബോക്സിൽ നിറയട്ടെ. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് കൂടി പോകുന്നു. വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി യുവാവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കർണാടക കുട്ട സ്വദേശി വിഷ്ണു ആണ് കൊല്ലപ്പെട്ടത്. പുൽപ്പള്ളിയിലെ കൊല്ലിവയൽ കോളനിയിൽ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു. ഇവിടെ നിന്നും പാതിരി റിസർവ് വനത്തിലൂടെ കബനിപ്പുഴ കടന്ന് കർണാടകയിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്. വിഷ്ണുവിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാനന്തവാടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. കുടുംബത്തിനുള്ള വനംവകുപ്പിന്റെ ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ഇന്ന് കൈമാറും എന്ന് DFO അറിയിച്ചിട്ടുണ്ട്. DFO അജിത് കെ രാമൻ ആണ് ഈ കാര്യം വ്യക്തമാക്കിയത്. പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു ഇന്നലത്തെ ഈ കലോത്സവത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയണമെന്ന്. തീർച്ചയായിട്ടും നല്ലൊരു കലോത്സവമായിരുന്നു, പരാതികളില്ലാത്ത കലോത്സവമായിരുന്നു. സമയബന്ധിതമായി പരിപാടികളൊക്കെ തീർക്കാൻ കഴിഞ്ഞു. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തുകയും ചെയ്തിരുന്നു. സർക്കാരിനൊക്കെ അഭിനന്ദനം അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു കലോത്സവം പൂർത്തിയായിട്ടുണ്ട്. തൃശ്ശൂരിന്റെ ഒരു വലിയ മുന്നേറ്റം അത് നമ്മൾ കാണുകയും ചെയ്തു. അവസാന ലാപ്പിൽ വൻ കുതിപ്പാണ് തൃശ്ശൂർ ജില്ല നടത്തിയത്. അങ്ങനെ 4 നൂറ്റാണ്ടിന് ശേഷം 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്വർണ്ണക്കപ്പ് തലസ്ഥാന നഗരിയിലേക്ക് അവർ കൊണ്ടുപോയി. അതെ, പ്രവിധിയുടെ ഉറക്കം പോയില്ല. കളകളാരവം പറഞ്ഞപ്പോൾ ഉറക്കച്ചടവ് പറഞ്ഞ പോലെ ഉറക്കച്ചടവുണ്ട്. അതെന്താണെന്നറിയോ? നമ്മൾ അതെന്താണെന്നറിയോ? ഞാൻ എന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഇത്രയും ദിവസം നല്ല ചൂടത്ത് ഈ ഉറക്കമൊക്കെ നമ്മൾ ഈ യൂത്ത് ഫെസ്റ്റിവലിലെ ആ ഒരു നമ്മളും സമയബന്ധിതമായിട്ടല്ല ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ഷീണമുണ്ട്. അപ്പൊ ഉറക്കം തീരില്ല. അതുകൊണ്ടാണ് അതിന്റെ അർത്ഥം ഇപ്പൊ എനിക്ക് എനർജി ഇല്ലെന്നല്ലേ പക്ഷികളുടെ കളകളാരവം കളകളാരവം റെഡി. കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുടജാദ്രിയിൽ ഒന്ന് പാടാമോ എന്ന് ചോദിക്കുന്നു. ഗുഡ് മോർണിംഗ് പ്രജി, ഞാൻ പ്രവിധ എന്ന് പറയുന്നു. അഞ്ജന ചാരുവാണ് കുടജാദ്രി എന്നുള്ള പാട്ട് ചോദിച്ചിരിക്കുന്നത്. പാടാമോ? ശ്രമിക്കാം, ശബ്ദം പ്രശ്നമുണ്ട്. കുടജാദ്രിയിൽ കുടചോടുമാ കുടമഞ്ഞു പോലെ ഈ പ്രണയം തഴുകുന്നു, എന്നെ പുണരുന്നു രാഗസാന്ദ്രമാമീ പ്രണയം തഴുകുന്നു, എന്നെ പുണരുന്നു രാഗസാന്ദ്രമാമീ പ്രണയം. അടിപൊളി അടിപൊളി അടിപൊളി. ആ പാട്ട് തന്നെയാണോ എന്ന് അറിഞ്ഞൂടാ. അതോ മറ്റേ കുടജാദ്രി? പക്ഷെ
പക്ഷെ എന്തായാലും പാട്ട് സൂപ്പർ ആയിരുന്നു. നമുക്ക് അടുത്ത ഒരു വാർത്തയിലേക്ക് പോവാം. അത് കഴിഞ്ഞു വരുമ്പോൾ ഒരു നല്ലൊരു കാഴ്ച പ്രേക്ഷകരെ കാണിച്ചു തരികയും ചെയ്യാം. ഇവിടുത്തെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ ഇവിടെ. അപ്പോഴേക്കും കുറച്ചുകൂടി വെട്ടം വീഴും. അപ്പം പ്രേക്ഷകർക്ക് ആ കാഴ്ച വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം. ഇടുക്കി പുല്ലുപാറയിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടത് ഗിയർ മാറ്റുന്നതിലെ തകരാറ് കൊണ്ടാണെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം. ഇറങ്ങി വരുന്നതിനിടെ തുടർച്ചയായി ബ്രേക്ക് ചവിട്ടതിനെ തുടർന്ന് ബ്രേക്ക് കുറഞ്ഞതാണ് അപകട കാരണമെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ബസിന്റെ എയർ ബ്രേക്ക് സിസ്റ്റത്തിന് തകരാറില്ലെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. അപകട കാരണം കൃത്യമായി മനസ്സിലാക്കാൻ ബസിന്റെ വീലുകൾ അഴിച്ചു പരിശോധിച്ചു. ടയറിന്റെ ഡ്രമ്മിൽ ബ്രേക്ക് തുടർച്ചയായി ഉപയോഗിച്ചതിന്റെ അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് അടുത്ത ദിവസം മോട്ടോർ വാഹന വകുപ്പ് സമർപ്പിക്കും. തിങ്കളാഴ്ച പുലർച്ചെയാണ് തഞ്ചാവൂരിൽ നിന്ന് മാവേലിക്കരയിലേക്കുള്ള മടക്കയാത്രയ്ക്കിടെ 37 അംഗ സംഘം സഞ്ചരിച്ച KSRTC ബസ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 4 പേർ മരിക്കുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ ഈ ചോദ്യപേപ്പർ ചോർച്ചാ കേസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കൂടി നമുക്ക് കൊടുക്കാം. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധിയൊന്നുണ്ടാകും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക. ചോദ്യപേപ്പർ ചോർച്ചയിൽ ദുരൂഹതയുണ്ടെന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ മറ്റൊരു സെന്ററിലെ അധ്യാപകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഷുഹൈബിനെതിരെ കേസെടുത്തത് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ. അപ്പോൾ മോർണിംഗ് വാക്കിലെ ഈ നീറവൺകരയിലെ വാക്ക് വേയിലൂടെ നടത്തം ഇങ്ങനെ വന്നപ്പോൾ നടന്ന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞു നമ്മൾ നടന്നിട്ട് അവിടെ മനോഹരമായൊരു ഇടം നമ്മൾ കണ്ടു. ഈ നേരത്തെ പറഞ്ഞല്ലോ കരമനയാർ തൊട്ടടുത്തൂടെ ഒഴുകുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം. അപ്പോൾ അതിനോട് ചേർന്ന് കുറച്ചുകൂടെ അടുത്തേക്ക് ഈ പുഴയെ അറിയാൻ ഒക്കെ സഹായിക്കുന്ന രീതിയിൽ ഒരു നിർമ്മിതി, ഒരു പെർട്ടിക്കുലർ ഏരിയ ഇവിടെയുണ്ട്. അത് പ്രേക്ഷകർക്ക് കാണിച്ചത് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് നിന്ന് പുഴയെ ആസ്വദിക്കാം അല്ലെ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതെ, ഒരു ശാന്തതയൊക്കെ ഉള്ള സ്ഥലമാണ്. രാവിലെ ഈ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നത് നല്ല രസമുള്ള എനർജിയാണ് അല്ലെ. അതെ, നമുക്ക് ആ കാഴ്ച കുറച്ചുകൂടെ ഭംഗിയോടെ പ്രേക്ഷകരെ കാണിച്ചു തരാം.